ഓക്കെ, നല്ല കുറുകുറുത്ത സാമ്പാർ. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറുപയറാണ് എടുത്ത് വെച്ചേക്കണേ. നോക്കേ, 3/4 കപ്പ് ചെറുപയറുണ്ടേ. ഇത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണേ. ഗ്യാസ് കത്തിച്ചിട്ടൊന്ന് ചൂടാക്കട്ടെ. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലോട്ട് ഈ ചെറുപയർ ഇട്ട് കൊടുക്കേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഞാനിത് കാണിച്ചു തന്നിട്ടേ ഞാൻ ക്യാമറ ഓഫ് ആക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാം എത്ര സമയം ഞാൻ എടുക്കുന്നു. പാത്രം ചൂടായിട്ട് വരുന്നേ ഉള്ളായിരുന്നു. അധികം ഒന്നും മുരിഞ്ഞു പോകരുതേ, വറുത്തെടുക്കരുത്. ചെറിയൊരു ചൂട്. അതുകൊണ്ടാണ് ഈ പാത്രം ഞാൻ ചൂടായിട്ടില്ലായിരുന്നു അതിനും ഇട്ട് കൊടുത്തത്. മതി, ഇതേ ഇത്രയും മതി. ഗ്യാസ് ഓഫാക്കി. ഇത് ഞാൻ കഴുകിയിട്ട് ഒന്നും ഇല്ലായിരുന്നേ. ഇനി ഇത് ഒന്ന് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഒന്ന് ആറട്ടെ. ഓക്കെ, നമ്മുടെ പയറ് കഴുകി കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 2 പച്ചമുളക്, 1 കപ്പ് ചെറിയ സാമ്പാർ ഉള്ളി, ഇനി ഇതിനകത്ത് 3 വലിയ പഴുത്ത തക്കാളി അത് ഇട്ട് കൊടുത്ത്, ഇതിനകത്തൊരു 10-12 അല്ലി വെളുത്തുള്ളി അത് ഇട്ട് കൊടുത്ത്, ഇനി ഇതിനകത്ത് 1 കഷ്ണം കായം അത് ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കൊള്ളുന്ന ഒരു സ്പൂൺ ഇട്ട് കൊടുക്കേ. വിസിൽ വരുമ്പോൾ വെളിയിൽ വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഇതൊരു 2 വിസിൽ കഴിയുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് ഇപ്പോഴത്തെ അടുപ്പിൽ നമുക്കിതിൻ്റെ കഷ്ണം വേവിക്കാം. ഈ സമയം കൊണ്ട് ഒന്ന് വിസിൽ വരാൻ തുടങ്ങട്ടെ. ഇതിൻ്റെ കഷ്ണങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഈ അടുപ്പ് കത്തിച്ച് ഈ പയർ ഇങ്ങോട്ട് മാറ്റേ. എന്നിട്ടിതൊരു പാത്രം വെക്കാം. ഇതിനകത്ത് ഒരു 1/2 കിലോ മത്തങ്ങയോളം ഉണ്ട്. അതിട്ട് കൊടുക്കാം. തീ കുറയ്ക്കട്ടെ. ഇതിനകത്തൊരു 8-9 ചെറിയ ചേമ്പില്ലേ അതിട്ട് കൊടുത്ത്, ഇതിനകത്തൊരു 4 പച്ചമുളക് അറ്റം ഇങ്ങനെ പിളർന്നത്, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഞാൻ അധികം കഷ്ണം ഇട്ടുന്നില്ല. ഇനി ഇതിനകത്ത് മുരിങ്ങയ്ക്കയുണ്ട്. ഇതിപ്പം ഇടണ്ട, കാര്യം വെന്തു പോകും. ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
തീ കൂട്ടിയിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം. മതിയേ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് വിസിൽ വരട്ടെ. ഇതും അപ്പോഴത്തേക്ക് വെന്ത് കിട്ടെ. നമ്മുടെ ഇത് 2 വിസിൽ വന്ന് ഞാനിതൊന്ന് ഓഫാക്കേ. കഷ്ണം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നത് വേവട്ടെ. നമ്മുടെ കഷ്ണം നോക്കേ. കഷ്ണം ഒരു 3/4 വേവായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് 2 മുരിങ്ങയ്ക്ക അത് ഇട്ട് കൊടുക്കേ. അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മുരിങ്ങയ്ക്കെങ്കിൽ വെന്ത് പിന്നെ നാര് പോലൊക്കെ കിടക്കേ. ഇനി ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. അല്ല, ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ. ഗ്യാസ് മുരിങ്ങയ്ക്ക ഒന്ന് വേവട്ടെ. ഇത് നോക്കാം. ഓക്കെ, നമ്മുടെ കഷ്ണമെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ചൂട് ഭയങ്കര ചൂടാണേ. ഇത് നല്ല വെന്തിട്ടുണ്ടേ. ദേ കണ്ടോ, കാണാമോ? നമ്മുടെ കഷ്ണമെല്ലാം നല്ല വെന്ത് നല്ല കുഴഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. തണുപ്പ് മാറും, അല്ല ചൂട് മാറട്ടെ. ഇതും ഒന്ന് വേവട്ടെ. നമ്മൾ മുരിങ്ങയ്ക്കൊക്കെ റെഡിയായേ. ഇനി ഇതിനകത്തൊരു 3 വെണ്ടയ്ക്ക അരിഞ്ഞതേ അതിട്ട് കൊടുക്കാം. ഞാൻ എണ്ണയിൽ വറുത്തിടുകയല്ല ചെയ്യുന്നത്, സാധാരണ ഇതിലോട്ട് ഇടുക. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വെണ്ടയ്ക്ക അങ്ങ് വേവേ. അന്നേരം കുഴയാതെ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. നമ്മുടെ കഷ്ണം എല്ലാം നല്ല വെന്തിട്ടുണ്ടേ. ഇനി നമുക്കിത് എല്ലാം കൂടെ മിക്സ് ചെയ്യേ. ഒന്ന് കുറയ്ക്കാം. ഇതിലോട്ട് തട്ടണോ ഇതെടുത്ത് ഇങ്ങോട്ട് തട്ടണോ എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് വെക്കാം. ഇതിങ്ങോട്ട് തട്ടാം. സ്റ്റൗ കത്തിക്കാൻ ഇവിടെ താളിക്കണ്ടേ. താളിക്കാനായിട്ട് പാത്രം ഇരിക്കട്ടെ, ചൂടാവട്ടെ. ഇനി ഇതിനകത്ത് ഇത് സാമ്പാർ പൊടിയാണേ. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, കായപ്പൊടി ചേർത്തിട്ടില്ല, മുളക് പൊടി ചേർത്തിട്ടില്ല. ബാക്കിയെല്ലാം ഉണ്ട്, ഉലുവാപ്പൊടി എല്ലാം ഉണ്ട്. ഇതിനകത്തുനിന്ന് 1 2 1 2 ഇത് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് 2 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുത്തേ. പിന്നെ ഇതിനകത്ത് കുറച്ച് പുളി, ശക്കല, ഞാൻ അധികം പുളി ചേർക്കുന്നില്ല. അത് കുറച്ച് പുളി, ഒരു ടേബിൾ സ്പൂൺ പുളിയാണ് ഞാൻ ഒഴിക്കുന്നുള്ളേ.
കുറച്ച് വെള്ളം ഒഴിക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യേ. ഓക്കെ, വെണ്ടയ്ക്ക ഒന്നും കുഴഞ്ഞു പോയിട്ടില്ലേ, കഷ്ണങ്ങളൊന്നും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. എന്നാൽ എല്ലാം നല്ല വെന്തിട്ടുമല്ലേ. തീ കൂട്ടിയിട്ട് എടുക്കാം, തിളയ്ക്കട്ടെ. ഈ ചൂടായ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ താളിക്കാനായിട്ട്. ഇത് നോക്കിയേ, ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടേ. ഇതൊന്ന് കുറച്ച് കൊടുക്കാം. എണ്ണ ചൂടായി. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് 2 മുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. ഇതിനകത്ത് ഒരു 2 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തേ. നല്ല മണം. തിളയ്ക്കട്ടെ, തിളച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. തിളച്ച് വരുന്നതേ ഉള്ളു. ഞാൻ കുറച്ച് വെള്ളവും കൂടെ പിന്നെ ചൂടാക്കി ഒഴിച്ചു കൊടുത്തേ, കാര്യം ഭയങ്കര കട്ടി. ഒന്ന് തിളയ്ക്കട്ടെ. നമ്മൾ സാമ്പാർ ഒരു 2-3 മിനിറ്റോളം തിളച്ചേ. ഞാൻ ഇനി ഇതിനകത്ത് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് കുറയ്ക്കട്ടെ. ഇനി ഇതൊന്ന് ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞെടുക്കേ. ഒന്ന് നോക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മളെ സാമ്പാർ നോക്കിയാലോ, ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, നല്ല കുറുകുറുത്ത സാമ്പാർ, കഷ്ണം ഒന്നും ഉടഞ്ഞിട്ടില്ല. ഞാൻ 1 മാസം മുമ്പ് പരിപ്പില്ല, 1-1.5 മാസം മുമ്പാന്ന് തോന്നുന്നു, പരിപ്പില്ലാത്ത സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല സാമ്പാറായിരുന്നു അത്, പരിപ്പൊന്നുമില്ലാതെ. പിന്നെ പരിപ്പിട്ട് സാമ്പാറും വെച്ചിട്ടുണ്ട്. ഇത് ചെറുപയർ പരിപ്പിട്ടെ. ഇത് നല്ല ടേസ്റ്റ് ആയത് കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സർവിങ് ബൗളിലോട്ട് എടുക്കേ. നമ്മൾ ചെറുപയർ പരിപ്പിട്ട നല്ല സൂപ്പർ ടേസ്റ്റി സാമ്പാർ. ഓക്കെ, എന്ത് ടേസ്റ്റായത് കഴിക്കാൻ. അധികം വലിയ പണിയൊന്നും ഇല്ലല്ലോ. അധികം കഷ്ണവും ഞാൻ ഇട്ടിട്ടില്ല. കുമ്പളങ്ങ ഇടാം, കിഴങ്ങിടാം, എന്ത് വേണമെങ്കിലും ഇടേ. ഒത്തിരി കഷ്ണമായി കഴിഞ്ഞാൽ സാമ്പാറിന് അധികം കഷ്ണം നല്ലതല്ലല്ലോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പുളിയും
എരിയൊക്കെ അവരോട് ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം